ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. നമ്മുടെ സൊഹാൻ്റെ അംഗൻവാടിയിൽ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്നലെ നമ്മളൊരു വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് ടൗണിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പം കുറച്ച് ലേറ്റായി. അത് ഞാൻ കാണിച്ചു തരാം. ആ വണ്ടിയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ജോയ്, അപ്പോൾ അതാണ്, നമ്മൾ പുതിയ വണ്ടി മേടിച്ചു. അതിൻ്റെ ത്രില്ലിലാണ് സഹാൻ. ലേറ്റ് കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ നോർത്തു. മുടി ഞാനിപ്പോൾ രാത്രി ഇപ്പോഴിങ്ങനെ മെടഞ്ഞ് അങ്ങനെയാണ് ഇട്ടിരുന്നത്. പിന്നെ ഒരു ഫ്രഷ് വ്ളോഗ് ആവട്ടെ എന്ന് ഓർക്കും. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് കണ്ടിന്യൂ ആയിട്ട് ഇന്നലെ ചെറിയ മിനി വ്ളോഗ് പോലെയാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട, ഫ്രഷ് വ്ളോഗ് ആവട്ടെ എന്നോർത്ത് ഞാനൊരു ഫ്രഷ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാമറ ഓണാക്കി വെച്ചതായിരുന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയി. 10 മണി ആയി. 11 മണിക്കാണ് പരിപാടി പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മയക്കൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് പോകാം. കാരണം ഇപ്പം തന്നെ ലേറ്റായി. മുടി ഒന്ന് നമുക്ക് ബൺ ചെയ്ത് വെക്കാവേ. കുറച്ച് ചൂടല്ലേ. അപ്പം ആ വണ്ടി മേടിച്ചതിൻ്റെ ത്രില്ലിലാണ് സഹാൻ. ഞാനിതാ മുടി ഫുള്ളായിട്ട് പോണിറ്റെയിൽ കെട്ടിയിട്ട് ഇപ്പോൾ രാത്രി ഇന്നും കിടക്കുമ്പം മുടി ഇങ്ങനെ പിന്നി താഴെ വരെ പിന്നിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര കണ്ടോ കേളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. മുടി രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത്, പിന്നെ ഇങ്ങനെ ഒരു ചട പോലും ഇല്ലാതെ അങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഈ ചട കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. എൻ്റെ മുഖം ഉറക്കത്തിൻ്റെ ചടപ്പ് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഞാൻ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇനി അത് ഞാൻ ഈ വ്ളോഗ് ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അതല്ലെങ്കിൽ ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി മൂഡ് വരുന്നവരെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ മൂഡ് എനിക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്നിട്ട് ഞാൻ കുറേ നാൾ ഈ വ്ളോഗ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അതങ്ങ് ഡിലീറ്റ് ആക്കും. അതാണ് എൻ്റെ പണി. എത്ര വ്ളോഗ് ഇങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ. ഇനി അത് ഒത്തിരി കുറേ ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇനി ഇടണ്ടല്ലോ എന്ന് ഓർക്കുകയും ചെയ്യും, എന്നിട്ടത് കളയുകയും ചെയ്യും. അവിടെ എന്തായാലും ഞാനിത് വോയിസ് ഓവർ തന്നെ ഇങ്ങനെ ഓക്കെ. അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഫുള്ളൊരു ലെങ്ത്ത് വ്ളോഗാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ റെഡിയായി, തട്ടിക്കൂട്ടി ഒന്ന് റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഹായ് ബേബി, ഇതാണ് സഹാൻ്റെ പുതിയ ടോയ്. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ ഇങ്ങനെ ഇട്ട് ഇതാക്കാണ്. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു പുതിയ മേക്കപ്പ് വാനിറ്റി ബോക്സ് അങ്ങനെയൊക്കെ പറയാം. അത് കുറച്ച് ഐറ്റംസേ ആകെയുള്ളൂ, അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ മേക്കപ്പ് വാനിറ്റി ബോക്സ്. പിന്നെ ഒരു സുഹാൻ്റെ കാസ്. പിന്നെ നമ്മൾ ഒരുമാതിരി ബെഡെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അത് മതി. നമ്മളിനി പോയി വന്നിട്ട് നമ്മൾ റെഡി ആവുന്നതായിരിക്കും. അപ്പം മുഖം മുഖം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. സൺലൈറ്റിൽ ഞാൻ കാണിച്ചു തരാം. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഒത്തിരി താമസിക്കുന്നുണ്ടായി. ഇപ്പോൾ തന്നെ 10:45, 11 മണിക്കാണ് നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സൊഹാൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. നല്ല ബോറായിട്ടുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പോകാം. സമയമായി. ഇതാണ് നമ്മുടെ സ്കൂള്.
സുഹാൻ ഇനി സ്കൂളിൽ പുതിയ സ്കൂളിലല്ലേ പോകുന്നത്? ഏത് സ്കൂളിലാണ് പോകുന്നത്? പ്ലേ സ്കൂളിലല്ല, LKG. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ടീച്ചറിൻ്റെ ഫസ്റ്റ് ഒരു സ്വാഗത പ്രസംഗം പോലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെൻഡ് ഓഫ് കൊടുക്കുന്ന കുട്ടികളും പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസും അവരുടെ പേരൻസും പിന്നെ നമ്മുടെ LMC അങ്ങനെ ഉള്ള കുറച്ച് ആൾക്കാരും പിന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കുറച്ച് ചെറിയ പരിപാടികളും കാര്യങ്ങളും ഉണ്ടായി. നമ്മൾ ആനിവേഴ്സറിക്ക് പ്രാക്ടീസ് ചെയ്ത കുറച്ച് ആക്ഷൻ സോങ്ങും പിന്നെ ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ വെറുതെ പിള്ളേരെ കൊണ്ട് അങ്ങനെ കളിപ്പിച്ചതാണ്. പിന്നെ ഇതെല്ലാം മറന്നുപോയി, നമ്മൾ എല്ലാ സീനും തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള പ്രസംഗവും കാര്യങ്ങളും പിന്നെ പുതിയ കുട്ടികൾക്ക് ആശംസ അറിയിക്കൽ അങ്ങനെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് പ്രോഗ്രാമുണ്ട്. ഗിഫ്റ്റ് നമ്മൾ സെൻഡ് ഓഫ് കൊടുക്കുന്ന ആൾക്കാർ ടീച്ചർക്കും പിന്നെ ചേച്ചിക്കും കൊടുക്കുന്നതും പിന്നെ ടീച്ചർ തിരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ പിള്ളേർ ഡാൻസ് കളിക്കുന്നതാണ്. ഇത് ഡാൻസാന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ പിള്ളേർക്ക് ഇത് ചാടാൻ മാത്രമേ അറിയുള്ളൂ. പാട്ട് വെച്ചിട്ടുണ്ട്, ചുമ്മാ അങ്ങോട്ട് ചാടി, അതാണ് അവരുടെ ഡാൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സ്നാക്സും ജ്യൂസും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ചെറിയൊരു സ്നാക്കും കൊടുത്തു. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. പിന്നെ കുട്ടികളെല്ലാവരും കൂടി ഞാൻ പറഞ്ഞതുപോലെ ടീച്ചർക്കും ഗിഫ്റ്റ് കൊടുത്തു. ടീച്ചർ തിരിച്ചും പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. എൻ്റെ പൊന്നോ, ഈ മക്കളെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത് അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ടീച്ചറും ചേച്ചിയും അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ 21 അങ്ങനെ എന്തോ കുട്ടികളുണ്ട്. 11 കുട്ടികളാണ് നമ്മളിവിടെ നിന്ന് സെൻഡ് ഓഫ് കൊടുത്ത് പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഇത്രയും നാളും അവർ 22 കുട്ടികളെ സെയിം ഏജുള്ള കുട്ടികളെ ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ്. ഇതാണ് ഗിഫ്റ്റ് നമ്മൾ കൊടുത്തൊരു ഫ്രെയിമാണ്. എല്ലാവരുടെയും ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിമാണ് കൊടുത്തത്. അങ്ങനെ തിരിച്ചും പിള്ളേർക്ക് ടീച്ചേഴ്സ് ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള പരിപാടി അവർ പറഞ്ഞു തന്നത് നമ്മുടെ ഒരു കുഞ്ഞിനെ തന്നെ നോക്കാൻ എന്തൊരു പാടാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള പിള്ളേരാണല്ലോ. പിന്നെ നമ്മുടെ മക്കൾ സേഫായിരുന്നു. ഞാൻ 1.5 കൊല്ലത്തോളം ഞാൻ സൊഹാനെ അംഗൻവാടിയിൽ വിട്ടിട്ട് എനിക്കിതുവരെ ഒരു പരാതിയോ കാര്യങ്ങളോ, ബാക്കി നമ്മുടെ അംഗൻവാടിയിലൊക്കെ വേറെ കുറേ അംഗൻവാടികളിലൊക്കെ നമ്മൾ പല ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും നാളായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളാണ് ഞാൻ അവിടെ സ്കൂളിലാക്കിയിട്ട് പോകും. ഞാൻ ക്ലാസ്സിന് പോവുകയാണെങ്കിൽ പോലും എനിക്കൊരു പേടിയില്ല, സേഫാണെന്ന് അറിയാം. അങ്ങനെ ഭയങ്കര ഒരു ഇങ്ങനെ അംഗൻവാടിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനല്ലേ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ക്ലീനിങ് പരിപാടികൾക്ക് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇറങ്ങുമ്പം നമ്മൾ ഒന്ന് അത്യാവശ്യം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങണം. അങ്ങനെ ഇന്നത്തെ പരിപാടികളും അങ്ങനെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് പേര് ഓടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തു. പിന്നെ പിള്ളേർ ഫുഡ് കഴിക്കുന്നു. സൊഹാൻ ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഒട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആവുന്നേ ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, കുളിച്ചു, തുണി അലക്കാനുണ്ടായിരുന്നു, കുളിച്ചു, ഫ്രഷായി. പിന്നെ എന്താണ് പരിപാടി, അതുകൊണ്ട് തുണിയൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ മോട്ടറിൽ വെള്ളം ഇട്ടു.
മീൻ ഇരിപ്പുണ്ടായിരുന്നു. മീൻ വെട്ടാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഫ്രീസറിലായിരുന്നു. സഹാൻ കളിക്കുകയാണ്. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ഞാൻ ചോറൊന്നും തിന്നാനുള്ളൊരു മൂഡില്ല. അപ്പോൾ പിന്നെ ഞാനൊക്കെ പിന്നെ വൈകുന്നേരം പണിയൊക്കെ ചെയ്യാം, മീനും പിടിക്കാം. വൈകുന്നേരം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കയറി കിടക്കാം, ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കി. ഇത് ഞാൻ ഇന്നലെ പോയപ്പോൾ മേടിച്ച പുതിയ ഗ്ലാസ്സാണ്. ഇത് കാണുന്ന പോലെയല്ല, ബിഗ് സൈസാണ്, നല്ല സൈസുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുടിച്ചു കഴിഞ്ഞാൽ ബാക്കിയാണ്. ഞാൻ എന്നാലും നാരങ്ങ വെള്ളം ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താണ് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ നമുക്ക് ഞാൻ നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ട്. കൊച്ചെടുക്കുമ്പോൾ താഴെ പോകുന്നു. ഇത് കട്ട് ചെയ്ത് തരാൻ പറ്റില്ല. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടു പേർക്ക് കുടിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഷെയ്ക്കൊക്കെ അടിക്കുമ്പം പ്രോട്ടീൻ ഷേക്ക് അടിക്കുമ്പം രസത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ മനസ്സിലാക്കാം. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, അതും കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ കാണാൻ അല്ലേ. കൈ നല്ല കൈയാണോ? ഓ അതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പോയി കിടന്ന് ഉറങ്ങും കുറച്ച് നേരം. അതിനുശേഷം വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സംഭവിക്കുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. ബൈ. അങ്ങനെ സുഹാൻ നല്ല ഉറക്കത്തിലായി. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 5 മണി 6 മണി ആയപ്പോഴാണ് എഴുന്നേറ്റ്. കഴിഞ്ഞ ദിവസം വാപ്പി വന്നപ്പോൾ കൊണ്ടുവന്നൊരു കപ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു, പപ്പായ. അപ്പോൾ അത് നോക്കിയപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെടുത്ത് കുറച്ച് കട്ട് ചെയ്തും വെച്ചു, കുറച്ച് വലുതായിരുന്നു, വലിയ സൈസായിരുന്നു. പകുതി എടുത്തിട്ട് അതിന് കുറച്ച് ഞാൻ കട്ട് ചെയ്തു, കുറച്ച് ഞാൻ ഒരു 2-3 കഷ്ണം എടുത്ത് ജ്യൂസും അടിച്ചു. എന്നിട്ട് അത് കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനപ്പോഴത്തേക്കും പിന്നെ സഹാൻ്റെ അപ്പ വന്നു പിന്നെ ഭയങ്കര ആകെ ഷോ ഓഫാണ്. ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോയിസ് അല്ലാതെ കൊടുക്കാതെ അങ്ങനെ നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് കാണുന്നത് വരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക. ബൈ.